ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തജ്വീദുൽ ഖുർആനിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ 3ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫലക്ക് അതുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. അപ്പോൾ സൂറത്തുൽ ഫലക്ക് ഓതുന്നതിൻ്റെ വോയിസ് ഞാനിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അത് നന്നായി കേട്ട് തജ്വീദ് പ്രകാരം നന്നായി മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد قل أعوذ قل أعوذ. പലപ്പോഴും കുട്ടികളെ അടുക്കൽ നിന്ന് ഖിറാഅത്തിലൊക്കെ ശരിക്കും പഠിച്ചാലും പിന്നെ അങ്ങനെ സ്പീഡ് കൂടുമ്പോൾ ഖുൽ അഊദു ബി റബ്ബിൻ നാസും ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് ഖുൽ അഊദു ഹംസ പോകുന്നു, ലാമ് വരുന്നു, ലാമിന് ശദ്ദ് വരുന്നു, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഖുൽ അഊദു സുക്കൂനുള്ള ചില അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വന്നാൽ പലപ്പോഴും ഹംസ പോയി സുക്കൂനുള്ള അക്ഷരത്തിന് ശദ്ദ് വരുന്നത് പലപ്പോഴും ഉണ്ട്. ഖുൽ അഊദു ഖുൽ അഊദു ആകുന്നു, ആവാതെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. റാഇന്റെ തർഖീഖ് ശർരി, ശർരി എന്ന ആ കരിഞ്ഞ രാ അല്ല, ശർരി അതുമല്ല. ومن شر غاسق إذا وقب ومن شر النفاثات في العقد. ഈ രണ്ടായത് നോക്കി. ومن شر غاسق إذا غاسق إذا غاسق إذا ഖാഫിന് തൻവീൻ കസ്റും ശേഷം ഹംസയാണ്. അതിനുശേഷം നോക്കി ഫിൽ ഉഖദ്. ലാസ്റ്റ് ആയത് നോക്കി വമിൻ ശർരി ഹാസിദിൻ ഇദാ. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ വേഗത കൂടുകയാണെങ്കിൽ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഗാസിഖിൻ ഇദാ, ഗാസിഖിൻ ഇദാ ഹംസ പോകുന്നു, നൂന് വരുന്നു, ശദ്ദ് വരുന്നു. ഹാസിദിൻ ഇദാ, ഹാസിദിൻ ഇദാ അല്ലല്ലോ, ഹാസിദിൻ ഇദാ അല്ലേ. ഗാസിഖിൻ ഇദാ, ഹാസിദിൻ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് നോക്കാം. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഇനി ഇതിൻ്റെ തദ്രിബാത്തിൽ വരുന്നത് നക്ര വായിക്കാനാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇതിൽ നിന്നുള്ള വേർഡ്സുകളാണ്. ബി റബ്ബിൽ ഫലക്, ശർരിൻ നഫാസാത്തി, ഇദാ വഖബ്, ശർരി ആസികിൻ ഫിൽ ഉഖദ്, വമിൻ ശർരി ഹാസിദിൻ മാ ഖലഖ് ഇദാ ഹസദ്. അപ്പം അത് ഇതിൽ നിന്ന് വന്ന ചെറിയ ചെറിയ വേർഡ്സുകളാക്കിയിട്ട് ഇവിടെ കൊടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് ഇത് വായിച്ച് പഠിക്കുക, എന്നിട്ട് ഇതിൽ നോക്കിയിട്ട് സൂറത്ത് ഓതുക. അപ്പോഴാണ് നമുക്ക് അക്ഷരങ്ങൾ മനസ്സിലാക്കി ഓതാൻ കഴിയുക. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാത്. പിന്നെ അടുത്ത വർക്ക് വരുന്നത് കാഫാണ്. കാഫ് മനസ്സിലാക്കിയിട്ട് ഉച്ചരിക്കാനാണ്. കുൽ, കുൽ, ഖലഖ്, അൽ-മൂഖദ, അക്ലാമുൻ ബിൽ ഹഖ്, ഇൽമൽ യഖീൻ, അൽ ഖാരിയ, സഖുലത് ബിൽ കലം. അപ്പോൾ ഇതിലൊക്കെ കാഫ് എവിടെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഫസ്റ്റ് വന്നു, ഇവിടെ ഈ വേർഡ്സിൻ്റെ അവസാനത്തിൽ വന്നു, ഇവിടെ അതാ ഇടയിൽ വന്നു. അപ്പോൾ ഇവിടെയൊക്കെ കാഫ് നന്നായിട്ട് മനസ്സിലാക്കുക, ഉച്ചാരണം മനസ്സിലാക്കി പഠിക്കുക. പിന്നെ താഴെ വന്നത് എന്താണ്? ഈ സൂറത്തിൽ കാഫ് വന്നത് അടയാളപ്പെടുത്തണം. ഇവിടെ ഇഖ്റ, അവിടെ കാഫ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഇവിടെ ഹലക്ക്, ഖലഖൽ ഇൻസാൻ അവിടെ, പിന്നെ അലക്ക് അവിടെ വന്നു, പിന്നെ അതാ ഇഖ്റ.
പിന്നെതാ ബിൽ കലം. പിന്നെ എവിടെ വന്നത് ബിത്തക്കുവ കാഫ് വന്നു. പിന്നെ അപ്പം ഞാൻ കാണാത്തത് നിങ്ങൾ എവിടെയെങ്കിലും പുതുതായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ. ഇവിടെ വക്ക് തരിബ്. അപ്പോൾ ഇത്രയും കാഫുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുതൽ 1, 2 എത്ര കാഫ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ട് ഇവിടെ തദ്രിബാത്തിൻ്റെ ഇവിടെ ഫസ്റ്റ് വന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് ഈ ആയത്ത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ നേരെ നമ്മൾ എത്ര കാഫ് കണ്ടെത്തി എന്നുള്ളത് നിങ്ങൾ അടയാളപ്പെടുത്തി പിന്നെ എണ്ണി നോക്കിയിട്ട് നമുക്കിവിടെ എഴുതി വെക്കാം. നമുക്ക് പിന്നെ പെട്ടെന്ന് കണ്ടെത്താൻ അങ്ങനെ എഴുതി വെക്കാം. മനസ്സിലാക്കുക എല്ലാവരും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സൂറത്തുൽ ഇഖ്ലാസിൻ്റെതും ഭാഗവും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഇത് തജ്വീദ് നിയമപ്രകാരം ഓതുന്നതിൻ്റെ വോയിസ് ഞാനിവിടെ ആഡ് ചെയ്യാം. നന്നായി മനസ്സിലാക്കി ആവർത്തിച്ച് ഓതി പഠിക്കുക. അപ്പോൾ ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? എല്ലാ സ്ഥലങ്ങളിലും ദാല് കൊണ്ടാണ് വഖഫ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഇതിൻ്റെ കൂടെ പഠിക്കുക. അപ്പോൾ നമുക്ക് സൂറത്തു ഇഖ്ലാസ് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഫസ്റ്റിലെ ഖാഫ് നേരത്തെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനിൽ പറഞ്ഞതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ വല്ലാഹു അല്ല, ഖുൽ വല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് അല്ലാഹുസ് സമദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നെക്ര വായിക്കാനുള്ള അതിൽ നിന്നുള്ള വേർഡ്സുകളാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ മനസ്സിലാക്കുക, ഇത് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് പിന്നെ ഇതിലെ വാക്കുകൾ ഓരോന്നും അതിൽ കണ്ടെത്തിയിട്ട് അതിൻ്റെ കൂടെ നോക്കി ഓതുക. സൂറത്ത് നമ്മൾ കാണാതെ പഠിക്കാം. എപ്പോഴും കേട്ട് കുട്ടികൾ കാണാതെ പഠിക്കും. അപ്പം അതിൽ കുൽ ഏതാണെന്ന് കുട്ടിക്ക് കാണിച്ചു തരാൻ കഴിയണം. ആ രീതിയിൽ പഠിക്കുക. അഹദ് എന്ന് പറയുന്നത് എവിടെയാണ്? അപ്പോൾ കുട്ടി കാണിച്ചു തരണം. നമുക്ക് ഇവിടെയാണ് അഹദ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരണം. അപ്പോൾ കുട്ടിക്ക് അത് ആ രീതിയിൽ നന്നായി മനസ്സിലാക്കി പഠിപ്പിക്കാം. പിന്നെ നമ്മളിവിടെ ഹ ആണ് മനസ്സിലാക്കുന്നത്. ഹാസിദിൻ, ഹബലുൻ, ഹമ്മാലത്തൽ ഹതബ്, സുഹുഫൻ, അൽഹംദു, അർറഹ്മാനിർ റഹീം. അപ്പോൾ ഇവിടെയൊക്കെ ഹ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് ഇങ്ങനെ പോവാം വായിക്കുമ്പോൾ. മനസ്സിലായില്ലേ? ഹ അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് ഇങ്ങനെ പോവുക. ഹകളെ മനസ്സിലാക്കുക. വലായഹുല്ലു, ഹ ഇടയിൽ എഴുതുമ്പോഴും ചേർത്ത് എഴുതുമ്പോഴും നീട്ടുമ്പോഴൊക്കെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ ഇതിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. വൻഹർ, മനസ്സിലായില്ല? ഹിജർ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി ഇവിടെ തന്ന സൂറത്തിൽ ഹ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. എന്നിട്ട് എത്ര ഹ നമ്മൾ കണ്ടെത്തി നമുക്കിവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ എത്ര ഹ ഉണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഹ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ ഒരു ചെറിയ വര കൊടുക്കാം. പിന്നെ എവിടെയാണ് ഹ? ഇവിടെ ബി അഹ്കമിൽ ഹാക്കിമീൻ. അപ്പോൾ അത് ഇനി ഞാൻ കാണാത്തത് വിട്ടുപോയത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് എത്ര ഹ നമ്മൾ കണ്ടെത്തിയെന്ന് 1, 2, 3, 4. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ഹ കണ്ടെത്തിയെന്ന് നമുക്കിവിടെ എഴുതി വെക്കാം. ഓക്കെ, മനസ്സിലാക്കുക. ഇനി എന്താണ്? വഖഫ് അല ദാല്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു ദാലിലാണ് ആ സൂറത്ത് ഫുള്ള് വഖഫ് ചെയ്യുന്നത്. വഖഫ് ചെയ്യാന്ന് പറഞ്ഞാൽ സൂറത്ത് അവസാനിപ്പിക്കുന്നതാണ്. ഒരു ആയത്ത് അവസാനിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ 1ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത് നൂനിലാണ്. ഇങ്ങനെ അടയാളം വരുന്നത് വഖഫിൻ്റെ അടയാളമാണ്. ഇങ്ങനെ റൗണ്ടും ഇതൊക്കെ വരുന്നത് ഇത് വഖഫ് ചെയ്യുന്ന ഒരു അടയാളമാണ്. അപ്പോൾ ഇവിടെ 1ാമത്തെ ആയത്ത്
അവസാനിക്കുന്നത് നൂനിൽ, രണ്ടാമത്തെ ആയത്ത് അവസാനിക്കുന്നത് നൂനിൽ. അപ്പം അതുപോലെ ദാലിൽ സൂറത്തുകൾ നിർത്തുന്നതുണ്ടാവും. ഓരോ സൂറത്തിലെ ഓരോ ആയത്തുകളും ദാലിൽ നിർത്തുന്നതുണ്ട്. അപ്പം അതാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിർത്തുന്നതിനാണ്. അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, വലം യൂലദ്, കുഫുവൻ അഹദ്, ദാത്തിൽ വഖൂദ്, അലൈഹ ഖൂദ്, യുബ്ദീഉ വയുഈദ്, യുബ്ദീഉ വയുഈദ്, ലശദീദ്, അസ്ഹാബുൽ ഉഖ്ദൂദ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ അഹദ് എന്നുള്ളത് വഖഫ് കാരണം നമ്മളിവിടെ സുക്കൂന് നൽകണം. അപ്പം അതുപോലെ വേണം ഒക്കെ പറയാൻ. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നാണ്. അപ്പം നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അവിടെ സുക്കൂന് നൽകുക. അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, സമദ്. മനസ്സിലായില്ല? വലം യൂലദ്, അവിടെ സുക്കൂൻ തന്നെയാണ്. അപ്പോൾ സുക്കൂൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അവിടെ സുക്കൂന് നൽകും. അപ്പോൾ അത് മനസ്സിലാക്കുക. അങ്ങനെ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സുക്കൂന് നൽകുന്നത് ചേർത്തി ഓതുമ്പോൾ അവിടെ സുക്കൂന് വരാതെ ആ ലഫ്ലിന് തന്നെ ഹർക്കത്ത് നൽകിയിട്ട് അടുത്തതിലേക്ക് ചേർത്ത് ഓതും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇത്രയാണ് ഈ 2 സൂറത്തുകളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ കാണുകയാണെങ്കിൽ രക്ഷിതാക്കളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. എന്തെങ്കിലും കട്ട് ചെയ്യാനൊക്കെ വിട്ടുപോകുന്നതോ തെറ്റി പറഞ്ഞതൊക്കെ കട്ട് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.